വീട്ടിൽ പ്രസവം നടന്നതിനെ തുടർന്ന് കുട്ടിക്ക് ജനന സർട്ടിഫിക്കറ്റ് നൽകാനാകില്ലെന്ന് പറഞ്ഞ് ജനന സർട്ടിഫിക്കറ്റ് നിഷേധിച്ചിരിക്കുകയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കമുള്ള ആളുകൾ. ഇത് കോട്ടൂളി സ്വദേശികളായിട്ടുള്ള ആളുകൾക്കാണ് ഈ ജനന സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കുന്നത്. എപ്പോഴായിരുന്നു പ്രസവം നടന്നത്? നവംബർ 2 പ്രസവം നടന്നത്. നമുക്ക് ഒക്ടോബർ 28 ഡേറ്റ് കിട്ടിയത്. ഒക്ടോബർ 28 പോയിട്ട് ചെയ്യാനുള്ളൊരു താല്പര്യമില്ലായിരുന്നു. എന്നുവെച്ചാൽ വാക്സിനേഷനും കാര്യങ്ങളൊന്നും താല്പര്യമില്ലായിരുന്നു, മരുന്ന് വെച്ച് ചെയ്യാനൊന്നും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു ടൈം ആകുമ്പോൾ പോകാമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. പക്ഷേ അതിന് മുമ്പ് തന്നെ രാവിലെ പ്രസവം നടക്കുകയും ചെയ്തു. പ്രസവം നടന്ന് ഒരു 11 മണിയായപ്പോൾ പ്രസവം നടന്ന് 2 മണിയായപ്പോൾ തന്നെ നമ്മളെന്ത് ചെയ്ത് സ്മാർട്ട് പറഞ്ഞ ഇതിൻ്റെ ആപ്പുണ്ട്, അതിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തും ചെയ്തു. പക്ഷേ അങ്ങനെയൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടും നമ്മൾ അന്വേഷിക്കാൻ വേണ്ടി വന്നു. കാരണം പറയുന്നത് അവരിപ്പം കാരണം പറഞ്ഞു വെച്ചാൽ അവർക്ക് തെളിവില്ല എന്ന് പറയുന്നത്. കുട്ടി ഇവിടെ തന്നെയാണ് ജനിച്ചതെന്ന് എന്ത് തെളിവ്? നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞങ്ങളെങ്ങനെ അറിയുക എന്നൊക്കെ രീതിയിലാണ് അവർ ചോദിക്കുന്നത്. തെളിവ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണിച്ചതിൻ്റെ തെളിവും പിന്നെ പോസ്റ്റൽ കെയറിൻ്റെ തെളിവും ഈ കുട്ടിയാണ് ഇതിൻ്റെ ഒരു തെളിവ്. അതിൽ കൂടുതൽ തെളിവ് ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ട് അവരിതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ഇത് ആളുകൾക്കൊരു കൗതുകമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇതിങ്ങനെ സാധാരണ ഹോസ്പിറ്റലിൽ നല്ല പ്രസവമൊക്കെ നടക്കാറ്. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെ പഠിച്ചു? ഇത് നമ്മൾ രണ്ടുപേരും അക്യുപഞ്ചർ പഠിച്ചതായിരുന്നു. അപ്പം ഇതിനകത്ത് പ്രസവം എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും പറയുന്നില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് നമ്മളെന്ത് ചെയ്ത് ആ ഒരു സിറ്റുവേഷനിൽ പതറാതെ ആ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്തത്. ഇതിനു ശേഷം ഈ പ്രസവത്തിന് ശേഷം ഈ കുട്ടിയും അമ്മയും ഡോക്ടറെ കാണിക്കാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിലും ചെയ്തു? ഇല്ല, പ്രസവത്തിന് ശേഷം പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് പോയിട്ടില്ല ഞങ്ങൾക്ക്. നമുക്ക് പിന്നെ എന്തായാലും പോയി കഴിഞ്ഞാൽ ഒരു മരുന്നും കാര്യങ്ങളും വാക്സിനേഷൻ ചെയ്യാനൊക്കെ പറയും. അതിനൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് പോകാഞ്ഞത്. പിന്നെ അതിന് ശേഷം പോസ്റ്റൽ കെയർ പോയിരുന്നു, ആയുർവേദ പോസ്റ്റൽ കെയർ എന്ന് പറഞ്ഞിട്ട് പോയിരുന്നു. അത് അതിന് പോയപ്പോൾ തന്നെ ഒരു ചെക്കൊക്കെ ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്നുണ്ട്. അതിന് സർട്ടിഫിക്കറ്റും എഴുതി തന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ഇതിലിത് ഇങ്ങനെ ലീഗലി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു കാര്യമാണത്? അതില്ല, സാധാരണ ഇതിൽ ലീഗലി പ്രശ്നങ്ങളൊന്നും ഇല്ല അതിന്. കാരണം ഒരു വീട്ടിൽ പ്രസവിക്കുന്നത് ഇതുവരെയായിട്ടും നിയമം അത് എതിരല്ല അതിന്. വീട്ടിലൊരു പ്രസവം നടക്കുക അല്ലെങ്കിൽ ഇപ്പം പുറത്തുനിന്ന് എവിടെയെങ്കിലും പ്രസവം നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു എതിരായിട്ട് ഇല്ല അത്. അപ്പോൾ അത് ഇവരിങ്ങനെ പിടിച്ചിട്ട് അത് തരൂല എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് നീതി വേണം. അതിന് പ്രൊസീജിയർ ഒന്ന് പറയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്? ആളുകൾക്ക് അറിയാനൊരു കൗതുകം ഉണ്ടാവും. അതുകൂടി എന്നുവെച്ചാൽ സാധാരണഗതിയിൽ പ്രസവം നടക്കുന്ന സമയത്ത് കട്ട് ചെയ്യണമെന്നുള്ളൊരു ഇതാണ് എല്ലാവരും മൈൻഡ്. പക്ഷേ നമുക്കതിൻ്റെ ഒരു ആവശ്യം വന്നില്ല. കട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി അങ്ങനെ തന്നെ വന്നതിന് ശേഷം ഞാൻ പൊക്കിൾക്കൊടിയാണ് കട്ട് ചെയ്തത്. എന്നോട് എല്ലാവരും ചോദിച്ചു ആദ്യത്തെ പ്രസവം കട്ട് ചെയ്യേണ്ട എങ്ങനെ വന്നത്. അപ്പം ഹെൽത്ത് നിന്ന് ആൾ വന്നപ്പോൾ ഓരും ചോദിച്ച് കട്ട് ചെയ്യേണ്ട എങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ അവരോട് അതന്നെ ചോദിച്ചത്. അതിപ്പോൾ ഞാൻ അല്ലല്ലോ പറയണ്ടത്, നിങ്ങളല്ലേ ചോദിക്കണ്ടേ. അപ്പോൾ അതും അവർക്കും അതില്ല. ഒരു സംഗതി അല്ലെങ്കിൽ ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇത് ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ട് ഈ ജനന സർട്ടിഫിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടു? ഞാൻ ഇപ്പം ഇവിടെ ഹ്യൂമൻ റൈറ്റ്സിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഈ മാസം തന്നെ സിറ്റിങ്ങിന് വിളിക്കും എന്നുള്ളത് ഇത് പറഞ്ഞിട്ടുണ്ട്, കൺഫർമേഷനും തന്നിട്ടുണ്ട്. കുട്ടിയും അമ്മയും സുഖമായിരിക്കുന്നു? ആ, അമ്മയും കുട്ടിയും സുഖമായിട്ടുണ്ട്, ഒരു പ്രശ്നമൊന്നുമില്ല. അമ്മ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുഖമായിരിക്കുന്നു? ഓ, കുഴപ്പമില്ല. ഇപ്പം ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട്, ഫസ്റ്റ് ഇയർ ആണ് സൈക്കോളജി. കുട്ടീനെ ഹസ്ബൻഡ് നേരത്തെ അറിവുണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെ ഈ അക്യുപങ്ക്ചർ പഠിച്ചത്? അതെ അതെ അതെ, ഞാൻ ഇവരെയൊക്കെ മുന്നേ പഠിച്ച ആളാണ്. അപ്പം അറിവുണ്ടായിരുന്നു. വലിയൊരു കൗതുകമുള്ളൊരു കാര്യം. കൗതുകപ്പെടാനൊന്നുമല്ല, കാരണം ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. നമ്മൾ വലിയൊരു കാര്യമാക്കി എടുത്ത് അങ്ങനെ 1 ലക്ഷം 2 ലക്ഷമൊക്കെ കൊടുത്ത് ചെയ്യേണ്ട അതേ സെയിം കാര്യം നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്തു, അത്രയേ ഉള്ളൂ. സുഖമായിരിക്കുന്നില്ലേ? ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രസവം നടന്ന സമയം, സ്ഥലം ഇതൊക്കെ തന്നെ കൃത്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവർക്ക് ഈ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് നിഷേധിച്ചിരിക്കുന്നത്. ഇത് കിട്ടണമെന്ന ഒരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇത് സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. ക്യാമറാമാൻ അനുരൂപിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.